ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ട്വിൻ കോമ്പയർ. നമ്മൾ ഇന്ന് നോക്കുന്നത് വിവോയുടെ രണ്ട് കിടിലൻ ഫ്ലാഗ്ഷിപ്പുകളെയാണ് X300ഉം X300 Proയും. പേരുകൾ ഒരുപോലെയാണെങ്കിലും ഇവ തമ്മിൽ കുറച്ച് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. ഡിമെൻസിറ്റി 9500 ചിപ്പും CS ലെൻസുകളുമൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രോ മോഡലിന് കൊടുക്കുന്ന അധിക വിലയ്ക്ക് എന്ത് പ്രത്യേകതയാണ് ലഭിക്കുന്നത് നോക്കാം. ഈ പ്രീമിയം ഫോണുകൾ താരതമ്യം ചെയ്ത് നമ്മുടെ മുടക്കുന്ന പൈസയ്ക്ക് ഏറ്റവും മൂല്യമുള്ളത് ഏതാണെന്ന് പരിശോധിക്കാം. ആദ്യമായി ഡിസൈനും ഡിസ്പ്ലേയും തമ്മിൽ ചെറുതോ വലുതോ എന്ന് താരതമ്യം ചെയ്യാം. നമുക്ക് ആദ്യം സൈസ് നോക്കാം. X300 ആണ് ഈ സീരീസിലെ കൂടുതൽ ഒതുങ്ങിയ ഫോൺ. 6.31 ഇഞ്ച് LTPO AMOLED ഡിസ്പ്ലേ, കയ്യിൽ ഒതുങ്ങുന്ന വലിപ്പം, വെറും 190 ഗ്രാമാണ് ഭാരം. ഒരു കൈ കൊണ്ട് ഈസിയായി ഉപയോഗിക്കാൻ കഴിയും. X300 Proയിലോട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടി വലുതാണ്. 6.78 ഇഞ്ച് പാനലും 226 ഗ്രാം ഭാരവുമാണ് ഉള്ളത്. വീഡിയോ കാണാനും ഗെയിം കളിക്കാനും വലിയ സ്ക്രീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണ് ബെസ്റ്റ് ചോയ്സ്. ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ രണ്ടുപേരും സൂപ്പറാണ്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും ആണ് രണ്ടിലുമുള്ളത്. പ്രോ മോഡലിൽ സർക്കുലാർ പോളറൈസേഷൻ 2.0 എന്നൊരു ടെക്നോളജിയുണ്ട്. ഇത് കൂടുതൽ നേരം ഫോൺ ഉപയോഗിക്കുമ്പോൾ കണ്ണിന് കുറച്ചുകൂടി സംരക്ഷണം നൽകാൻ സഹായിക്കും. അടുത്തതായി പെർഫോമൻസ് ബേസ് നോക്കിയാൽ ഒരുപോലെ കരുത്ത്, സ്പീഡിന്റെ കാര്യത്തിൽ രണ്ടുപേരും തുല്യരാണ്. അതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. രണ്ട് ഫോണുകളും വിവോയുടെ ഏറ്റവും പുതിയ MediaTek Dimensity 9500 ചിപ്സെറ്റായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഗെയിമിംഗ്, ഹെവി ആപ്പുകൾ, മൾട്ടിടാസ്കിംഗ് ഇവയിലെല്ലാം പ്രകടനം ഒരുപോലെ മികച്ചതായിരിക്കും. അതുകൊണ്ട് പ്രകടനം നോക്കിയല്ല നിങ്ങൾ ഈ ഫോണുകൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെയോ ക്യാമറകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ക്യാമറ വിഭാഗം പ്രോയുടെ മാജിക് എവിടെ എന്ന് നോക്കാം. പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് മെയിൻ ക്യാമറയാണ്. വ്യക്തതയും സ്റ്റെബിലിറ്റിയും X300 ഇവിടെയാണ് 200 MP റെസല്യൂഷൻ വരുന്നത്. സ്റ്റാൻഡേർഡ് OIS ഉണ്ട്. ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളിയാണ്. X300 Proയിൽ ഇവിടെ റെസല്യൂഷൻ 50 MP ആയി കുറയുന്നു. പക്ഷേ ജിംബൽ ലെവൽ സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നു. വീഡിയോ എടുക്കുമ്പോൾ കൈ അനങ്ങിയാലും വലിയ കുലുക്കമില്ലാതെ ഷൂട്ട് ചെയ്യാൻ ജിംബൽ സഹായിക്കും. മികച്ച ലോ ലൈറ്റ് ഫോട്ടോകൾക്കും ജിംബലിന്റെ വലിയ സെൻസർ ആയ സോണി LYT828 ആണ് ഉപയോഗിക്കുന്നത്. ഇനി നോക്കുന്നത് ടെലിഫോട്ടോ സൂം അല്ലെങ്കിൽ സൂപ്പർ സൂം. 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള 50 MP പെരിസ്കോപ്പ് ലെൻസ് സാധാരണ സൂം. X300 സീരീസിൽ വീണ്ടും പ്രോ മോഡലാണ് വിൻ ചെയ്യുന്നത്. 200 MP പെരിസ്കോപ്പ് ലെൻസ് 3.7x ഒപ്റ്റിക്കൽ സൂം നൽകുന്നു. ദൂരെയുള്ള കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ ഈ വലിയ സെൻസർ സഹായിക്കുന്നു. കൂടാതെ പ്രോ മോഡലിൽ മാത്രം VS-ON ഇമേജിംഗ് ചിപ്പ് കൂടിയുണ്ട്. ഇത് കളർ കറക്ഷൻ, ഷാർപ്നെസ് എന്നിവയെല്ലാം മെച്ചപ്പെടുത്താൻ സഹായിക്കും. 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടും പ്രോയിൽ അധികമായി ഉണ്ട്. അടുത്ത ബാറ്ററി ആൻഡ് ചാർജിംഗ് സെക്ഷൻ ആണ്. ഇതും മെയിനായി ശ്രദ്ധിക്കണം. ബാറ്ററിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. X300 6040 mAh ബാറ്ററിയും X300 Proക്ക് കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ള 6510 mAh ബാറ്ററിയുമാണുള്ളത്. കൂടുതൽ വീഡിയോ എടുക്കുന്നവർക്കും ഗെയിം കളിക്കുന്നവർക്കും ഈ വലിയ ബാറ്ററി തീർച്ചയായും ഉപകാരപ്പെടും. ചാർജിംഗ് സ്പീഡ് രണ്ടിനും ഒരുപോലെയാണ്. അതായത് 90 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും 40 വാട്ട്സ് വയർലെസ് ചാർജിങ്ങും സ്പീഡുമാണുള്ളത്. ഓക്കെ, നമുക്ക് തീരുമാനത്തിലേക്ക് എത്താം. നിങ്ങൾ ഏത് ഫോൺ എടുക്കണം? നിങ്ങൾക്ക് കോമ്പാക്ട് വലിപ്പം മതി? അധികം വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല? 200 MP മെയിൻ ക്യാമറയുടെ ഡീറ്റെയിൽസ് മതിയെങ്കിൽ X300 എടുക്കാം. പക്ഷേ നിങ്ങൾ ഒരു വ്ലോഗറോ വീഡിയോ ക്രിയേറ്ററോ ആണെങ്കിൽ ജിംബൽ സ്റ്റെബിലിറ്റി നിർബന്ധമാണ്. മികച്ച സൂം ക്വാളിറ്റി, 200 MP ടെലിഫോട്ടോ, കൂടാതെ ഏറ്റവും വലിയ ബാറ്ററി ബാക്കപ്പും വേണമെങ്കിൽ നിങ്ങൾ X300 Proയിലേക്ക് തീരുമാനം മാറ്റേണ്ടി വരും. ചുരുക്കത്തിൽ X300 Pro ആണ് ഫീച്ചറുകൾ കൊണ്ട് ഏറ്റവും സമ്പന്നമായ ഒരു യഥാർത്ഥ ഓൾറൗണ്ടർ. എന്നാൽ X300 അതിൻ്റെ കോമ്പാക്ട് വലിപ്പവും പ്രീമിയം ഫീച്ചറുകളും കാരണം ദിവസേനയുള്ള ഉപയോഗത്തിന് ഏറ്റവും മികച്ച ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.